നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഒരു പരിഹാരം എന്ന നിലയ്ക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഷാങ്ഹായ് കോഓപ്പറേഷൻ കൗൺസിൽ അത് റഷ്യയും ചൈനയും ഇന്ത്യയും ഇറാനും മധ്യേഷ്യൻ റിപ്പബ്ലിക്കും ഒക്കെ ചേർന്ന ശക്തമായ ഒരു കൂട്ടായ്മയാണ്. അവര് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തെ കഠിനമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ ഇക്കാര്യത്തിൽ ഈ പ്രസ്താവനയുടെ ഭാഗമല്ല എന്ന ഒരു സമീപനം ഇന്ത്യയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്ന നിലയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നാണ്. അതിൽ റഷ്യയും ചൈനയും അംഗമായതുകൊണ്ട് അവര് ചെലുത്തുന്ന ഒരു സമ്മർദ്ദം വളരെ പെട്ടെന്ന് തന്നെ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. പക്ഷേ ഇറാന്റെ ശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ പ്രതിരോധത്തെ തകർത്തത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവരുടെ തലസ്ഥാന നഗരമായ ടെലവീവും ചരിത്ര നഗരമായ ജെറുസലേമും സംരക്ഷിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. അവിടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തെ അതിലംഘിച്ചുകൊണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണം, ഹൈപ്പർസോണിക് മിസൈൽ അവിടെ പതിച്ചിരിക്കുന്നു. അതുപോലെ ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ രീതിയും മാറി. തുടക്കത്തിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളെയും മിസൈൽ വിക്ഷേപണ തറകളെയുമാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ഇപ്പോൾ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ പറ്റുന്ന വിധം എണ്ണപ്പാടങ്ങളും എണ്ണ ശുദ്ധീകരണ ശാലകളും കേന്ദ്രങ്ങളും തുടർച്ചയായി ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് മേഖലയാകെ യുദ്ധത്തിൽ ആഴ്ത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയേക്കാം. അപ്പോൾ അധികം വൈകാതെ യുണൈറ്റഡ് നേഷൻസ്, അമേരിക്ക അടക്കമുള്ള ലോകത്തിലെ പ്രബല രാജ്യങ്ങൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു യുദ്ധവിരാമം കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ ഇത് കൈവിട്ട കളിയായി മാറും. അത് തന്നെയാണ് അതിന്റെ ഒരു തീവ്രതയും അതിന്റെ വ്യാപ്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതും. ഈ ആണവ കേന്ദ്രങ്ങളടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തുമ്പോൾ അതിന്റെ ഒരു ഗ്രാവിറ്റി വളരെ കൂടുതലുമാണ്. നമുക്ക് ഒരു ദൃശ്യം പങ്കുവയ്ക്കാം. അതായത് ഇറാനിലെ ആണവ കേന്ദ്രത്തിന്റെ മുമ്പുണ്ടായിരുന്ന ദൃശ്യങ്ങളും ആക്രമണത്തിന് ശേഷം ഉണ്ടായിരുന്ന ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടുവരാം. ഈ സാറ്റലൈറ്റ് ഇറാനിലെ ആണവ കേന്ദ്രത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ആണവ കേന്ദ്രങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം വ്യാപകമായി ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു. അതിൽ ഈ ചില ആണവ കേന്ദ്രങ്ങളിലൊക്കെ സ്ഥിതി രൂക്ഷമാവാം, അല്ലെങ്കിൽ സംഘർഷം ഒരുപക്ഷെ സാഹചര്യം രൂക്ഷമാവാം എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകളും വന്നിരുന്നു. എന്നാൽ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ്, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നതാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസികളും ഇപ്പോൾ പറയുന്നത്. വിൻസെന്റ് സർ, ഇത് ഈ ആണവ കേന്ദ്രങ്ങളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഡയറക്ട് ടാർഗറ്റായി ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യാഘാതം എങ്ങനെയായിരിക്കും? അതീവ ഗുരുതരമായ പ്രത്യാഘാതം അതുണ്ടാക്കും. കാരണം ഒരർത്ഥത്തിൽ ആണവ നിലയങ്ങൾ അണുബോംബിന് സമാനമായി പ്രവർത്തിക്കുമല്ലോ. ഈ ആണവ റിയാക്ടർ ദുരന്തങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, അത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടാക്കിയതിനേക്കാൾ വലിയ അപകടം 3 മൈൽ ഐലൻഡ്സിലും ചെർണോബിൽ ദുരന്തവും ഒക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. അതുകൊണ്ട് ആണവ കേന്ദ്രത്തിലെ ആക്രമിക്കുമ്പോൾ, ആണവ റിയാക്ടറുകൾ തകർക്കുമ്പോൾ അവിടെ നിന്ന് യുറേനിയവും അതുപോലെ ഡിപ്ലീറ്റഡ് യുറേനിയം അടക്കമുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ രൂപത്തിലുള്ള റേഡിയോ വികിരണം ഉണ്ടാക്കും. ജനങ്ങൾക്കും ഭൂമിക്കും സകല ജീവജാലങ്ങൾക്കും അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ ഈ ആണവ റിയാക്ടറുകൾ, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ ആക്രമിക്കരുത് എന്ന ശക്തമായ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ്. അതേസമയം അത്തരം നോംസ് എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നവാദയിലും ഇനി ബുഷ്കർ ആണവ റിയാക്ടർ മേഖലയും അക്രമത്തിന്റെ പരിധിയിൽ വരും, ആക്രമിക്കപ്പെടും എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്, റിയാക്ടറുകൾ ആക്രമിക്കുന്നത്, അവിടെ അവർ ആയുധമുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു ആണവ റിയാക്ടറിന് ഒരു ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു അണുബോംബിന്റെ ഫലമുണ്ടാക്കും എന്നുള്ളത് സുവ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത ഒരു നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്.